റെസിപ്പി മിൽക്ക് ഷേക്ക് വെച്ചിട്ട് ഒരു മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ തയ്യാറാക്കാൻ പോണത്. അത് എങ്ങനെയാന്ന് നമുക്ക് നോക്കണ്ടേ. ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഒരിക്കലും കൂടരുത് കേട്ടോ, ഒരു ചെറിയ പീസേ പാടുള്ളൂ. അത് ചെറിയ ചെറിയ കഷ്ണാക്കി മുറിച്ച് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് വേവിച്ചെടുക്കണം. 1/4 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. പാലിപ്പോൾ ഒരു ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് വേവിച്ചെടുക്കാം. ക്യാരറ്റ് നല്ലോണം വെന്തു. ഞാൻ വേവണേൻ്റെ ഇടയിൽ കുറച്ചും കൂടി പാൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞ പാലിൻ്റെ അളവ് ഇപ്പോൾ ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ പാൽ ഇഷ്ടമില്ലാത്തൊരു വെള്ളത്തിലും വേവിക്കാം. നമുക്ക് ഷേക്ക് അടിക്കുമ്പോൾ ഇതുപോലെ പാലിൻ്റെ ആടയൊക്കെ ഇട്ട് ഷേക്ക് അടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിത് നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. നമ്മൾ ഷേക്ക് അടിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഇത് റെഡിയാക്കി ഫ്രിഡ്ജിൽ നല്ലോണം തണുത്തതിൻ്റെ ശേഷം ഷേക്ക് അടിക്കണം കേട്ടോ. ക്യാരറ്റ് വേവിച്ച് വെച്ച് നല്ലോണം തണുത്തുട്ട. ഇനി നമുക്ക് വേണ്ടത് ഒരു നേന്ത്രപ്പഴം. അത് മുറിച്ചൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചേക്കണ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ. പാല് നല്ല ഐസാക്കി വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർക്കാം. വാനില ഐസ്ക്രീം എടുത്തേക്കണേ, അതിന് ചേർക്കേണ്ട. ഐസ്ക്രീമിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ. പിന്നെ ഈ ഷേക്കിന് നല്ല ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നുണ്ട്, കവിൻസ് മിൽക്ക് ഷേക്ക്. ഇത് അടിപൊളി ടേസ്റ്റാണ്. നേന്ത്രപ്പഴം ഷേക്ക് അടിക്കുമ്പോൾ ചേർത്താൽ നിങ്ങളുടെ ഉണ്ട്, നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ച് ചേർത്ത് അടിച്ച് നോക്കൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പാൽ യൂസ് ചെയ്താലും മതി, തണുത്ത പാല്. ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ് ചേർക്കാം. ഞാൻ ഇതിൽ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല. ഐസ്ക്രീമിൽ, മിൽക്ക് പൗഡറിൽ, മിൽക്ക് ഷേക്കിൽ ഒക്കെ മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് അത് കൂടാണ്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്തോളൂ കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം അടിച്ചെടുത്തിട്ട് വരാം. ഷേക്ക് അടിച്ചെടുത്തു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം. നേന്ത്രപ്പഴം ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഉള്ളതാണ് നേന്ത്രപ്പഴം. ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഈ ചൂട് സമയത്ത് നമുക്ക് ഷേക്കൊക്കെ അടിച്ചു കുടിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.